എന്തൊക്കെയായാലും അവൾ ആരാണ്, എവിടെന്നാണ്, എന്താണ് അവളുടെ ഉദ്ദേശം, ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിച്ചേ പറ്റൂ. ചേട്ടാ, ഈ സിനിമയില് നായികമാരെ കിട്ടാൻ അങ്ങനെ ക്ഷാമങ്ങളോ എന്തെങ്കിലും പ്രത്യേകിച്ച് നായികമാരെ കിട്ടാനായിട്ട്, അതായത് അഭിനയിക്കാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും എന്താ പറയുക, പ്രത്യേകിച്ച് ഇന്നയാളുടെ കൂടെ അഭിനയിക്കുള്ളൂ അങ്ങനെയൊക്കെ എന്തെങ്കിലും? എല്ലാരും വിളിച്ചു. അവര് ചോദിക്കണ പ്രതിഫലം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അഭിനയിക്കണോണ്ടെന്ന് കുഴപ്പം? അവരുടെ തൊഴിലല്ലേ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അതിനൊരു സംഭവം ഉണ്ട്. അത് പണ്ടൊരു ഇതുണ്ടായിരുന്നു. അത് മാസികയിലൊക്കെ എഴുതി ഭയങ്കര ഇതായിട്ട് വന്നതാണ്. എന്റെ കൂടെ ചില നടികൾ അഭിനയിക്കില്ല. നന്നായിട്ടുണ്ട്. അതായത് കല്യാണ സൗന്ദര്യം എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് ദിലീപാണ് നായകൻ, ജഗദീഷ് ചേട്ടൻ്റെ എല്ലാവരും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പൊ ഞാൻ ഈ ദുബായിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടറാണ്. ഹായ് ദീദി മാ എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ മരണമാസല്ല കൊല്ലമാസം. അപ്പൊ അവിടെ വരുമ്പോ ഈ ദിവ്യോണിയുടെ ആയത്തപ്പട, അത് വിനയ സാറിന്റെ അടുത്ത് പോയിട്ട് ദിവ്യോണി ചോദിച്ചു, സാറേ എന്റെ മുറച്ചെറുക്കനായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആരാ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞത് കലാഭവൻ മണിയാ. അയ്യേ, അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതന്നത്തെ ചോരത്തിളപ്പിന് എനിക്കൊന്നും വേണ്ട. അയ്യോ, ഇത്രയും കറുപ്പുള്ള ആളൊന്നും എനിക്ക് വേണ്ട. അയ്യേ, എന്തത്, എനിക്ക് എന്റെ മുറച്ചെറുക്കൻ നല്ല വെളുത്ത് നല്ല സുന്ദരനായിരിക്കണം. അയ്യോ, എന്തൊരു ഫലിതം. എനിക്ക് ചിരി വന്നിട്ട് കൊടലും അറിയണു. പിന്നെ ഈ ചിരിക്കാനും ചിരിപ്പിക്കാനുള്ള കഴിവൊക്കെ ദൈവം തരുന്നതാ, അതിലാരും അസൂയപ്പെട്ടത് കാര്യമില്ല. അപ്പൊ വിനയ സാറിനോട് കുട്ടി, ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട, തീരുമാനം ഉടനെ എടുത്തേക്കാം. അതുകൊണ്ട് നമുക്ക് നായികയെ മാറ്റാം. ഇത് സിനിമയല്ലേ, സിനിമയിൽ മുറച്ചെറുക്കുന്ന പറഞ്ഞ കഥാപാത്രമായിട്ട് അങ്ങനെ വരുന്നല്ലേ. അല്ല, അങ്ങനെയൊന്നും പറ്റില്ല. എനിക്ക് വെളുത്ത ചെക്കനെ വേണം മുറച്ചെറുക്കനായിട്ട്. എനിക്കൊരു ഫോൺ കോൾ മതി പുതിയൊരു നായികയെ കിട്ടാൻ. അവൾക്ക് വേണമെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഇറങ്ങിപ്പോവാം, പക്ഷേ പോകുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നായിരിക്കും ഓർത്തോളണം. എന്നെ അറിയാലോ. പണ്ട് ആരാ പറഞ്ഞിട്ടുണ്ട്, പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടാന്ന്, ചന്തുള്ള പെണ്ണിനെ കെട്ടിയ മൂലം ആയസും പോയി എൻ്റെ അഴകും പോയി. എന്താ, പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ല. നോക്കിയാലും കുറ്റം പറഞ്ഞാലും കുറ്റം, നാവിട്ടടിക്കണ കുഞ്ഞാത്തൂൻ, കൂടെ നടന്ന പണിക്കാര് ചൊല്ലണ് ഇങ്ങനെ നാവുള്ള പെണ്ണുങ്ങളോ. അതേടി പോടീന്ന് പറഞ്ഞത് മനസ്സിലായില്ലേടി, കടന്നു പോടീന്ന്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.